ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ശങ്കറിന്റെ സംവിധാനത്തിൽ രാം ചരൺ നായകനെത്തിയ ഗെയിം ചേഞ്ചർ ഇന്ന് ജനുവരി 10 തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഈ 2025 വർഷത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഗെയിം ചേഞ്ചർ. വലിയ ഹൈപ്പം പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ പ്രദർശനം ഇന്ന് അതിരാവിലെയും പുലർച്ചെയെല്ലാം തന്നെയാണ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ പ്രതീക്ഷ അത്ര ഒരു വൻ ദുരന്തം അഭിപ്രായം ഗെയിം ചേഞ്ചർ നേരിടുത്തിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ടുവിന്റെ ആ ഒരു അഭിപ്രായമെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേരിടുത്തിരിക്കുന്നു. എങ്കിൽ പോലും ട്രെയിലർ എല്ലാം തന്നെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ആവറേജിന് താഴെയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഗെയിം ചേഞ്ചറും നേരിടുത്തിരിക്കുന്നത്. രാം ചരണിന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് സിനിമ ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് മാറുന്നുവെന്നും അതിലുപരി സിനിമ കണ്ടുമടുത്ത ക്ലീശേ സ്വഭാവമുള്ള സിനിമയാണ് എന്നാണ് പ്രധാനമായിട്ടും സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന അഭിപ്രായം. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശങ്കർ എന്ന സംവിധായകനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സിനിമ കൂടിയായി ഗെയിം ചേഞ്ചർ ഒരു വൻ ദുരന്തം അഭിപ്രായം ലെവലിലേക്കൊന്നും തന്നെ പോയിട്ടില്ല എന്നാണ് തെലുഗു സംസ്ഥാനത്തെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം അഭിപ്രായങ്ങളെ ഈ പൊളിറ്റിക്കൽ ആക്ഷൻ എന്റർടൈനർ സിനിമയെക്കുറിച്ച് വന്നു തുടങ്ങിയിട്ടുള്ളൂ. രാം ചരനെ കൂടാതെ SG സൂര്യ, കിയാറ അദ്വാനി, സമുദ്രക്കനി ഒപ്പം തന്നെ മലയാളത്തിൽ നിന്ന് ജയറാമെല്ലാം തന്നെ അഭിനയിച്ച സിനിമ കൂടിയാണ് ഗെയിം ചേഞ്ചർ. സിനിമയിലെ രാം ചരന്റെ പ്രകടനത്തോടൊപ്പം തന്നെ SG സൂര്യയുടെ പ്രകടനം, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക്, കൂടാതെ ശങ്കർ ഒരുക്കിയ 2 ബ്രഹ്മാണ്ഡ ഗാനങ്ങളുടെ വിഷ്വൽ ക്വാളിറ്റി മികവെല്ലാം തന്നെയാണ് ഭേദപ്പെട്ട രീതിയിൽ സിനിമയ്ക്ക് അഭിപ്രായങ്ങൾ വരാൻ കാരണം. അപ്പോൾ ശങ്കർ എന്ന സംവിധായകനെ സംബന്ധിച്ച് സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ ഒരു ഗെയിം ചേഞ്ചർ അല്ല. ഇനി ശങ്കറിനെ സംബന്ധിച്ച് ഈ സിനിമ ഗെയിം ഡേഞ്ചർ ആണോ ഗെയിം ഓവർ ആണോ എന്നൊക്കെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിധിയെഴുതും. എന്തായാലും കാത്തിരിക്കും അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ.